ഇസ്രായേലിന്റെ ഹൈ വാല്യൂ ടാർഗറ്റ് ആയത്തുള്ള അലി ഖമേനി ആണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാര്യം ആ രാഷ്ട്രത്തെ അടക്കം ഇളക്കി വിടാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ രാഷ്ട്രത്തെ ജനങ്ങൾ അവരുടെ പരമാധ്യക്ഷനെ അടിയുറച്ച് വിശ്വസിക്കുകയാണ്, പിന്തുണയ്ക്കുകയാണ്. അപ്പോൾ ഇന്ന് നെതന്യാഹു പറഞ്ഞതുപോലും വി ആർ നോട്ട് റൂളിംഗ് ഔട്ട് ദ എലിമിനേഷൻ ഓഫ് ഖമനേയി എന്നുള്ളതാണ്. അത് സത്യത്തിൽ അതിമോഹമാണോ അതോ ഇസ്രായേൽ ആ പാതയിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതാണോ അമേരിക്കൻ പിന്തുണയോടുകൂടി? ഖമനയുടെ കേസിൽ നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ടും ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ശരിയാണ്, 1979 ശേഷം ജനിച്ച ഒരു ജനറേഷനാണ് അവിടെ ഉള്ളതെങ്കിലും ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ 2009, 2020, 2022 അടിച്ചമർത്തിയത് നമ്മൾ കണ്ടതാണ്. ഇൻഫാക്ട് ഇന്റേണൽ ആയിട്ടുണ്ടാകുന്ന പ്രൊട്ടസ്റ്റുകൾ അടിച്ചമർത്താനായിട്ട് IRGCക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വിങ് തന്നെയുണ്ട്. അതായത് മിലിറ്ററി കൂടാതെ ഒരു വിങ് തന്നെ ഇവർക്കുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ജനങ്ങൾ ഖമേനിയുടെ ഒപ്പമാണെന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല പല വിഷ്വൽസും ഇന്റർനാഷണൽ മീഡിയയിലൊക്കെ വന്നതാണ്. ഈ ബോംബ് ഇറാനിൽ പ്രത്യേകിച്ച് മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സിൽ വന്ന് പതിക്കുന്ന വീഡിയോ എടുത്ത് അവിടെ സന്തോഷിക്കുന്ന ജനങ്ങളുടെ പല വിഷ്വൽസ് പുറത്തു വന്നതാണ്. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. മറിച്ച് ഇസ്രായേലിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെതന്യാഹു മുന്നോട്ട് വെക്കുന്ന പിച്ച് വളരെയധികം അട്രാക്റ്റീവാണ് ഈവൻ സൗദിക്കും ടർക്കിക്കും പോലും. കാരണം അദ്ദേഹം പറയുന്നത് 1948 ഇസ്രായേൽ രൂപപ്പെട്ടത് ഒഫീഷ്യലി. അവിടുന്ന് 79 വരെയുള്ള കാലഘട്ടം നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇറാനുമായിട്ട് ഒരു പ്രശ്നമില്ലായിരുന്നെന്ന് മാത്രമല്ല, ഇറാനുമായിട്ട് വളരെ കോഡിയിലായിട്ടൊരു ബന്ധമായിരുന്നു ഞങ്ങൾക്ക്. എന്ന് ഖമേനിയുടെ റെജീം അവിടെ ഏറ്റെടുത്തോ അന്ന് മുതൽ ഇറാനിലും ആളുകൾ അൺറെസ്റ്റിലാണ്. അവിടുത്തെ എക്കോണമി തകർന്നു. അവരുടെ റിയാലാണ് ലോകത്തിലെ ഏറ്റവും തകർന്ന തരിപ്പണമായി കിടക്കുന്ന കറൻസി എന്ന് പറയുന്നത്. ലോക മിസറി ഇൻഡെക്സ് വളരെ പിന്നിൽ നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഇറാൻ 5, 6, 7 പ്രോക്സികളെ ഫണ്ട് ചെയ്ത് അമേരിക്കയും ഇസ്രായേലും എങ്ങനെയെങ്കിലും തീർക്കാം എന്നുള്ള ഒരു മോഹത്തോടെ മാത്രം നിൽക്കുന്ന രാജ്യമാണെന്നുള്ളൊരു പിച്ച് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അവർ പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ 79 ശേഷം ഉണ്ടായ അൺറസ്റ്റുകൾ നിങ്ങൾ എടുത്തു നോക്കൂ. ഈ റെജീം മാറി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കോ അമേരിക്കയ്ക്കോ മാത്രമല്ല മിഡിൽ ഈസ്റ്റിനും ലോകത്തിനും മൊത്തത്തിലും ഒരുപാട് ഗുണകരമാകും. കാരണം ഈ പറയുന്ന പ്രോക്സികളെ ഞങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റും. മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാവും. മറ്റൊരു രാജ്യമായിട്ട് വേറെ ഒരു പ്രശ്നവും നമുക്കില്ലല്ലോ എന്നുള്ള പിച്ച് അദ്ദേഹം മുന്നോട്ട് വെക്കും. കൂടുതൽ സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടാനൊരു കാരണം അതാണ്. അതേസമയം ഖമേനിയുടെ കേസിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ പബ്ലിക്കായിട്ട് ഒരു ഇന്ററാക്ഷനോ അല്ലെങ്കിൽ ഒരു അഡ്രസ് നടത്താനോ അദ്ദേഹം തയ്യാറായിട്ടുള്ള മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. ഹെൽത്ത് ഒരു ഫാക്ടറാണ്. 2, ഇസ്രായേൽ തീർച്ചയായിട്ടും റെജീം ചേഞ്ച് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉൾപ്പെടെ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് വളരെ സേഫ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് റെജീം ചേഞ്ച് അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്ന കാര്യം അത്ര എളുപ്പമല്ല. കാരണം അറ്റ്ലീസ്റ്റ് ഇസ്രായേലിന് ഒറ്റയ്ക്ക് അത് എളുപ്പമല്ല. കാരണം ഇസ്രായേലിന്റെ 75 ഇരട്ടി സൈസ് വരുന്ന ഒരു രാജ്യമാണ് ഇറാൻ. 10 ഇരട്ടി പോപ്പുലേഷൻ വരുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അവിടെ വെറുതെ കയറി സുപ്രീം ലീഡറിനെ മാത്രം മാറ്റിയാൽ പോലെ സുപ്രീം ലീഡറുണ്ട്, 12 പേരടങ്ങുന്ന ജനറൽ കൗൺസിലുണ്ട്, IRGC ഉണ്ട്. അവർ വ്യാപിച്ചു കിടക്കുന്ന ഒരു ശൃംഖലയാണ്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ റെജീം ചേഞ്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതിലേക്ക് ആകെപ്പാട് ഇറാൻ ഇപ്പോൾ ഒരു വേ ഔട്ട് എന്ന് പറയുന്നത് ആരുടെയെങ്കിലും സഹായത്തോടെയോ മീഡിയേഷനോടെയോ നെഗോഷിയേഷൻ ടേബിളിൽ എത്തേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ ഡാമേജ് കൂടുതൽ ഏൽക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറാന് തന്നെയായിരിക്കും. എന്നാൽ ആര് അതിനുവേണ്ടി മധ്യസ്ഥതയ്ക്ക് തയ്യാറാകുമെന്നതാണ് ഉയരുന്ന ചോദ്യം. ലോക സമാധാനം കാക്ഷിക്കുന്നവർക്ക് ഇന്ത്യ അടക്കം രാജ്യങ്ങൾക്ക് ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. കാരണം ഇനിയൊരു വലിയ യുദ്ധം ഈ ലോകത്തിന് താങ്ങാവുന്നതല്ല. പ്രത്യേകിച്ചും 2 ആണവ ശക്തികളാണ്. അപ്പോൾ ആണവ കേന്ദ്രങ്ങളടക്കം ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ചോദ്യം. അതിന് വ്യക്തമായ കാരണമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ 2 പാർട്ടാണ് താങ്കളുടെ ചോദ്യം. ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എക്കണോമിക് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഭയങ്കരമായിരിക്കും. നമ്മൾ ഇതിന് മുമ്പത്തെ വാറുകളിലും കണ്ടതാണ്. ഈ വാറിലും സിമിലർ ആയിട്ടുള്ള ഒന്ന്, എണ്ണവില ഓൾറെഡി ഉയർന്നു, ഫർദർ ഉയരാൻ സാധ്യതയുണ്ട്. എത്രത്തോളം ഈ വാർ നീണ്ടുപോകുന്നോ അതനുസരിച്ച്. 2, ട്രേഡ് റൂട്ടാണ്. പ്രധാനപ്പെട്ട ഒരു ട്രേഡ് റൂട്ടാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസും അതുപോലെ റെഡ് സീയും ഒക്കെ. അവിടെ യുദ്ധസമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പുകൾ റീറൂട്ട് ചെയ്ത് വിടുകയും ആ റീറൂട്ടിങ് കാരണം വീണ്ടും കോസ്റ്റ് കൂടുകയും അതിനോടനുബന്ധിച്ച് ഇൻഷുറൻസ് പ്രീമിയവും കൂടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഇവഞ്ച്വലി കസ്റ്റമറിന്റെ അടുത്താണ് ഈ കോസ്റ്റ് വന്ന് ചേരുന്നത്. അപ്പൊ ഇൻഫ്ലേഷനിലോട്ട് തള്ളിവിടാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ സ്റ്റോക്ക് മാർക്കറ്റ് വോളറ്റിലിറ്റി ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ മിക്ക സ്റ്റോക്ക് മാർക്കറ്റിലും വോളറ്റിലിറ്റി വളരെ ഹൈ ആയിട്ട് കാണിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിലോട്ട് പതിവായിട്ട് നമ്മൾ നേരത്തെ കണ്ട യുദ്ധങ്ങൾ പോലെ ഒന്നുകൂടെ ഇന്റൻസിഫൈ ചെയ്യും. ഇനി മറുവശത്ത് ഇതിനൊരു അവസാനം എന്ന് പറയുന്നത് നിലവിലെ അവസ്ഥയിൽ പ്രത്യേകിച്ച് ഇറാനും മറ്റ് സപ്പോർട്ടേഴ്സ് ഇല്ലാതിരിക്കെ ട്രംപ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഡിപ്ലോമാറ്റിക് ടോക്കിലോട്ട് ഇറാൻ പോകേണ്ടിയിരിക്കുന്നു. കാരണം അല്ലാത്ത പക്ഷം 2 രീതിയിൽ ഇത് അവസാനിക്കുള്ളൂ. ഒന്നെങ്കിൽ ഇസ്രായേൽ ഇവരുടെ ന്യൂക്ലിയർ കപ്പാസിറ്റി എല്ലാം തകർത്ത് കളയും. കാരണം 60% യുറേനിയം എൻറിച്ച്മെന്റിലാണ് നിലവിൽ നിൽക്കുന്നത്. 60 to 90 എന്ന് പറഞ്ഞാൽ കേവലം 2-3 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിൽ താഴെ സമയം മാത്രം മതി ഇറാൻ. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ പേടിക്കുന്നതും അമേരിക്ക പേടിക്കുന്നതും ഇറാൻ പോലെ നിരവധി പ്രോക്സികളെ ഫണ്ട് ചെയ്യുന്ന ദിവസവും ഇന്ത്യയിൽ ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്നതിന് തുല്യമായിട്ട് അവരവിടെ പറയുന്നത് ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത്
ടു ദ ജ്യൂസ് എന്നാണ്. അങ്ങനെ പറയുന്ന ഒരു രാജ്യത്തിന്റെ കയ്യിൽ ന്യൂക്ലിയർ പവർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെ ഒരുപക്ഷെ ഇല്ലാതാക്കാനോ മിഡിൽ ഈസ്റ്റിൽ ഇതിലും ഭയാനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനോ ഇറാന് കഴിയുമെന്നുള്ളൊരു ഭയം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ട്. അതുകൊണ്ട് ഇറാൻ ടോക്കിന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത അവരുടെ എയിം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ കപ്പാസിറ്റീസും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ടോപ്പ് കമാൻഡേഴ്സ്, നെഗോഷിയേറ്റേഴ്സ്, സ്ട്രാറ്റജിസ്റ്റുകൾ, ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ, ഒപ്പം ന്യൂക്ലിയർ സയൻസിൽ PhD എടുത്ത നിൽക്കുന്ന ആളുകളെ പോലും ടാർഗറ്റ് ചെയ്യുന്നു ഇസ്രായേൽ എന്നാണ് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലോട്ട് പോകും. എന്നിട്ടും ഇറാൻ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ അവർ അടുത്തൊരു എയിം ചെയ്യാൻ പോകുന്നത് റെജീം ചേഞ്ച് ആണ്. പക്ഷെ ഇത് എത്രത്തോളം മുന്നോട്ട് പോകുന്നു അത് കൂടുതലും ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത് ഇറാൻ വേഴ്സസ് ഇസ്രായേൽ എന്നുള്ള പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാനെ ആയിരിക്കും. കാരണം അവരെ ബാക്ക് ചെയ്യാൻ മറ്റാരുമില്ല. ഇസ്രായേലിനെ ആണെങ്കിൽ എവിടെയെങ്കിലും ന്യൂനത കണ്ടാൽ ബാക്ക് ചെയ്യാൻ ഇമീഡിയറ്റ് ആയിട്ട് അമേരിക്ക റെഡി ആയിട്ട് നിൽക്കുന്നു.